ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നത നീതിപീഠത്തിൽ നിന്നും കോടതികളിൽ നിന്നും ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വിധിന്യായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ന് PIBയുടെ ഫാക്ട് ചെക്കുമായി ബന്ധപ്പെട്ട ഫാക്ട് ചെക്ക് യൂണിറ്റുമായി ബന്ധപ്പെട്ട ആ കാര്യത്തിലുള്ള സ്റ്റേ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് ഇതേ സമയത്താണ് ആ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഏതാണ്ട് ഒരു 12 മണിക്കൂർ പിന്നീട് മുൻപേ തന്നെ സുപ്രീം കോടതി ആ വിജ്ഞാപനം റദ്ദാക്കപ്പെടുന്ന അതിന് സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. റദ്ദാക്കലല്ല, സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. താൽക്കാലികമായെങ്കിലും വലിയ ആശ്വാസമല്ലേ ഇക്കാര്യത്തിൽ ഈ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണൊക്കെ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ, അടിയന്തരമായ ഇടപെടൽ, അത് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പലതരം ക്രമക്കേടുകളുണ്ടാകും, അട്ടിമറിക്കപ്പെടുന്നതിനുള്ള സാധ്യതകൾ പോലുമുണ്ട്. അവയെല്ലാം മറികടക്കാനുള്ള നമ്മുടെ ഒരു ഏക ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് നീതിപൂർവകമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി കോടതിയുടെ ഇടപെടൽ ചില ഘട്ടങ്ങളിൽ ആവശ്യമായി വരും. ഇവിടെ ഇപ്പോൾ ഫാക്ട് ചെക്കിംഗ് എന്നൊരു വാക്കാണ് നമ്മൾ കേൾക്കുന്നത്. പലതരത്തിലുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് എന്ന് പോലും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. വസ്തുതാപരമായ പരിശോധന, അത് തന്നെയാണ് ഈ ഫാക്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ വസ്തുതാപരമായ ശരിയും തെറ്റും പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അത് PIB എന്ന സ്ഥാപനത്തിന് നൽകിയിരിക്കുകയാണ്. PIB എന്ന് പറഞ്ഞാൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗവൺമെൻറ് സ്ഥാപനം തന്നെയാണത്. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് പത്ര സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയപ്പോൾ ആ സെൻസർഷിപ്പ് നടപ്പാക്കുന്നതിൻ്റെ അധികാരം, അതിൻ്റെ ചുമതല നൽകിയിരുന്നത് PIB ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗവൺമെൻറ്റും PIBയും തമ്മിലുള്ള ബന്ധം. ഗവൺമെൻറ്റിൻ്റെ പ്രസിദ്ധീകരണം, പബ്ലിസിറ്റി, അതൊക്കെയാണ് PIBയുടെ ജോലി. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ വരുന്ന വാർത്തകളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ തന്നെ, ഗവൺമെൻറ് ഏജൻസി പോലുമല്ല, ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ തന്നെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിരോധാഭാസമാണ്, അത് എത്രമാത്രം ഒരു വിധത്തിലുള്ള കോമഡിയായി അത് മാറും എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നൊക്കെ നമ്മൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട്. അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ എന്ന അവസ്ഥ പിന്നിട്ട് ഇപ്പോൾ ഏറെക്കുറെ പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കുക, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന യാതൊന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാൻ പാടില്ല. വന്നാൽ PIB ഇടപെട്ട് അത് നീക്കം ചെയ്യും എന്ന് വന്നാൽ പിന്നെ എന്ത് തെരഞ്ഞെടുപ്പ്, എന്ത് ഇലക്ഷൻ ക്യാമ്പയിൻ, അത് ഒരു ഭയാനകമായ സാഹചര്യമല്ലേ അവിടെയാണ് മണിക്കൂർ വെച്ച് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് അതൊരു വ്യക്തിപരമായ നിലപാടാണെന്ന് കൂടി കരുതിക്കോളൂ. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പൗരത്വ നിയമം ചർച്ച ചെയ്യുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ചർച്ച ചെയ്യുന്നുണ്ട്, പലതും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും മൗലികമായതുമായ കാര്യം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം തന്നെയാണ്. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്വാതന്ത്ര്യവും നമുക്ക് ലഭ്യമായിരിക്കില്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഇടപെടലിനുള്ള സാധ്യത ഗവൺമെൻറ് തുറന്നു കൊടുത്തത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് സ്റ്റേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഒരു മഹാപ്രഹസനം ആയി മാറുമായിരുന്നു.